ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ അല്ലിക്കുട്ടനും വയൻകുട്ടനും എഴുന്നേറ്റ് വന്നു. കുറച്ച് നേരം മടിയിലൊക്കെ കിടന്നു. അതിനുശേഷം ഞാൻ രാവിലെ ചെമ്മിക്കറി വെച്ചു കേട്ടോ. ചെമ്മീൻ ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം പെട്ടെന്ന് ചെമ്മീനിട്ട് കറിയായിട്ട് വെച്ചു. ചോറും വെച്ചു. അങ്ങനെ ചോറും ചെമ്മിക്കറിയും മുട്ടയും കൂടെ കൊടുത്തു വിട്ടു. അവർ രാവിലെ തന്നെ പല്ലൊക്കെ തേച്ചു. അപ്പോൾ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകുന്നത് ആപ്പിളും പേരയ്ക്കാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മളെ പാക്കറ്റ് ഫുഡ്സ് അതൊന്നും കൊടുക്കുന്നില്ല. ചോക്ലേറ്റൊക്കെ ബിസ്ക്കറ്റൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കി. ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഇടിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഷൂ ഞാനെടുക്കാം, ബെൽറ്റ് ഞാനെടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഇടിയും ബഹളവും ഇതൊക്കെയുണ്ട്. അങ്ങനെ അല്ലിക്കുട്ടൻ ബഹളം വെച്ചു. രാവിലെ അട വറുത്തായിരുന്നു. അപ്പോൾ അട വറുത്തതായിട്ട് രാവിലെ കൊടുത്തത്. അപ്പോൾ പൂച്ചക്കുട്ടി ഉണ്ട് ഇവിടെ, ഒരു പൂച്ചക്കുട്ടി വന്ന് കയറിയ പൂച്ചക്കുട്ടിയായിട്ടോ. പൂച്ചക്കുട്ടിക്കും അട വേണമെന്ന് തോന്നുന്നു. അതിന് നോട്ടം കണ്ടിട്ട് ഞങ്ങൾ കൊടുത്തു. പക്ഷേ അവൾ കഴിച്ചില്ല. പിന്നെ ചോറും ചെമ്മിക്കറിയൊക്കെ എടുത്തു വെച്ചു, മുട്ടയൊക്കെ എടുത്തു വെച്ചു. അതിനുശേഷം പിള്ളേരെ സ്കൂളിൽ വിട്ടതിന് ശേഷം 7:50 ആകുമ്പോഴത്തേക്കും അവരുടെ വണ്ടി വരും കേട്ടോ. പിന്നെ ഞാനിവിടെ ക്ലീനിങ് ആണ്. എല്ലാ ദിവസവും ഇപ്പം തൂത്ത് തുടയ്ക്കുന്നുണ്ട്. കാരണം ഇവർക്ക് അലർജി ഒക്കെ ഉള്ളതുകൊണ്ട് പൊടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും തൂത്ത് തുടച്ചൊക്കെ ഇടും. അങ്ങനെ മറാലയൊക്കെ തൂത്തു, അതായത് പൊടി വലയൊക്കെ കിട്ടത്തില്ലേ, അതൊക്കെ കളയും. അതിനുശേഷം തൂത്ത് കഴിഞ്ഞ് പിന്നെ തുടയ്ക്കും. അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ തുടച്ച് അതൊക്കെ കഴിഞ്ഞ് ഫാനൊക്കെ ഇട്ടത് ഉണങ്ങിയതിന് ശേഷം ഞാൻ നേരെ വീടൊക്കെ പൂട്ടി